الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله سبحانه وتعالى അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളിൽ നിന്ന് നമ്മളുടെ ചെറുതും വലുതുമായ എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ പുണ്യമാസത്തിൽ അവൻ്റെ നല്ല അടിയാറുകൾക്കായി വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അല്ലാഹു നമ്മളെയും അർഹരാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നമുക്ക് അനുകൂല സാക്ഷിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളുമാറാകട്ടെ. റമദാനിന് ശേഷവും അല്ലാഹുവിൻ്റെ നല്ല അടിയാറുകൾ നടക്കുന്ന പാതയിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പ്രകൃതിയാലുള്ള ചില വിശേഷണങ്ങളും സ്വഭാവ ഗുണങ്ങളുമൊക്കെ ഉണ്ട്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വ ഇദാ മസ്സഹുൽ ഖൈറു മനൂഅ തുടങ്ങിയ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന, പടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തിൽ ഒട്ടനവധി വികാരങ്ങളും വിചാരങ്ങളും സ്വഭാവങ്ങളുമൊക്കെ അള്ളാഹു തന്നെ അവന് സമ്മാനിച്ചിട്ടുണ്ട്. പ്രകൃതിയാലുള്ള സൃഷ്ടിപ്പിൽ തന്നെ നമുക്കുള്ള നമ്മളുടെ സ്വഭാവങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് മാറ്റിപ്പണിയുന്നതിന് വേണ്ടിയാണ് നമുക്ക് അള്ളാഹു പരിശുദ്ധ ദീൻ തന്നത്. നമ്മളുടെ ഇഷ്ടത്തെ, നമ്മളുടെ ആഗ്രഹത്തെ, നമ്മളുടെ പ്രകൃതത്തെ, നമ്മളുടെ താല്പര്യങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് ആക്കി തീർക്കാൻ പഠിപ്പിക്കാനാണ്, പരിശീലിപ്പിക്കാനാണ് അള്ളാഹു നമുക്ക് അമലുകൾ നിയമമാക്കിയത്.
നോമ്പ് നിയമമാക്കിയത് എന്തിനാണെന്ന് പരിശോധിച്ചാൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന, പാനീയം ഉപയോഗിക്കുക എന്ന് പറയുന്ന, വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന പ്രകൃതിയാലുള്ള മനുഷ്യൻ്റെ ഒരു മോഹമുണ്ട്, ആശയമുണ്ട്, ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. വിശന്നാൽ ആഹാരം കഴിക്കണം, ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, വിശന്നവൻ്റെ മുമ്പിൽ ആഹാരം കണ്ടാൽ അത് കഴിക്കണം, ദാഹിച്ചവൻ്റെ മുമ്പിൽ വെള്ളം കണ്ടാൽ അത് കുടിക്കണം. ഇതൊക്കെ പ്രകൃതിയാലുള്ള നമ്മളുടെ ആശകളാണ്, ആഗ്രഹങ്ങളാണ്. എന്നാൽ ഈ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും അല്പം മെനക്കെട്ടിട്ട്, കഷ്ടപ്പെട്ടിട്ട്, ഒരു പ്രത്യേക പരിശീലനത്തിൻ്റെ ഭാഗമായി മാറ്റിപ്പണിയാൻ ശ്രമിക്കുന്നതിൻ്റെ നാമമാണ് നോമ്പ് എന്ന് പറയുന്നത്. ദാഹമുണ്ടായിട്ടും വെള്ളമുണ്ടായിട്ടും വെള്ളം കുടിക്കാതിരിക്കാൻ പഠിക്കുക, വിശപ്പുണ്ടായിട്ടും ആഹാരമുണ്ടായിട്ടും ആഹാരം കഴിക്കാതിരിക്കാൻ പഠിക്കുക. രാവിലെ സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നത് വരെ നമുക്ക് ഭക്ഷണം കഴിക്കാം. അത് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്, സുന്നത്താണ്. സഹർ എന്ന് പറയുന്ന, അത്താഴം എന്ന് പറയുന്ന ആഹാരം വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് വരെയും ആഹാരം കഴിക്കണം. ആഹാരം കഴിക്കുന്നത് സുന്നത്താണ്, പ്രതിഫലമുള്ള കാര്യമാണ്. ഒരാൾ കൂടുതൽ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി ഒന്നും കഴിക്കുന്നില്ല എന്ന് വെച്ചാൽ, അത്താഴമൊന്നും വേണ്ട, ഞാൻ ത്യാഗം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിന് കൂലിയൊന്നും കിട്ടൂല, പ്രതിഫലമൊന്നും കിട്ടുകയും ചെയ്യില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്ലു കിതാബുകാരുടെയും നമ്മളുടെയും നോമ്പിൻ്റെ ഇടയിലുള്ള വ്യത്യാസം തന്നെ അത്താഴം കഴിക്കലാണെന്ന്. ജൂതനസാറക്കളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള നോമ്പിലെ വ്യത്യാസം നമ്മൾ ആഹാരം കഴിക്കുന്നു, അത്താഴം കഴിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണമേ, അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അത്താഴം കഴിക്കാം, ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. ബാങ്ക് കൊടുത്തു പോയാൽ പിന്നെ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, ഹറാമാണ്, തെറ്റാണ്, മഹാപാപമാണ്. റമദാൻ മാസത്തിൻ്റെ പകലിൽ ആരോഗ്യമുള്ള, ആഫിയത്തുള്ള, ബുദ്ധിയുള്ള, മുക്കല്ലഫായ ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കരുത്, അറിഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കരുത്. അവൻ്റെ മേൽ നോമ്പ് ഫറളാണ്, നോമ്പ് നിർബന്ധമാണ്. അതുപോലെ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ബാങ്ക് കേൾക്കുന്നത് വരെ നമ്മൾ നോമ്പെടുക്കുന്നു, പട്ടിണിയിരിക്കുന്നു. മഗ്‌രിബ് ബാങ്ക് കേട്ടാൽ ഉടനെ നമ്മൾ നോമ്പ് തുറക്കണം. നോമ്പ് തുറക്കുന്നതിൽ നിങ്ങൾ ധൃതി കാണിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇസ്ലാമിൻ്റെ മനോഹാരിതയെക്കുറിച്ചിട്ടൊന്ന് ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ജീവിതക്രമത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ ആലോചിക്കണം. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ പിടിച്ചു വെച്ച നമ്മളുടെ വിശപ്പും ദാഹവും ബാങ്ക് കേട്ടാൽ ഉടനെ, ബാങ്ക് കേൾക്കണമെന്നൊന്നുമില്ല, ബാങ്കിൻ്റെ സമയമായാൽ മതി, ആവുകയും ആയെന്ന് ഉറപ്പ് വരികയും ചെയ്താൽ മതി. ഞാൻ ബാങ്ക് കേട്ടാൽ എന്ന് പറയുന്നത് ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണ്ട, ചോദ്യം ചോദിക്കണം. ആളുകൾ അങ്ങനെയാണ്, പിന്നെ ചോദ്യം ചോദിക്കാൻ വരും. ഇന്നലെ ചോദിച്ചത് ബാങ്ക് തുടങ്ങുമ്പോൾ മുറിക്കാൻ പറ്റുമോ, ബാങ്ക് തീരുന്നവരെ കാത്തിക്കണ്ടേ എന്നൊക്കെയാണ് ചില സഹോദരങ്ങൾ ചോദിച്ചു. ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമയമുണ്ട്, ആ സമയം ആവുകയും സമയം ആയെന്ന് ഉറപ്പ് വരികയും ചെയ്താൽ നമുക്ക് നോമ്പ് മുറിക്കാം. അവിടെ നോമ്പ് മുറിക്കാൻ തിരക്കാക്കണം, ധൃതിയാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ ഒരാൾ കൂടുതൽ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇശായ്ക്ക് മുറിക്കുന്നു എന്ന് പറഞ്ഞാലോ, അവൻ എന്നിൽപ്പെട്ടവനല്ല. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. എന്തുകൊണ്ട് എന്നിൽപ്പെട്ടവനായില്ല? ഞാൻ ഇശാ വരെ കുറച്ച് പട്ടിണി ഇരുന്നതല്ലേ, പറ്റൂല. പട്ടിണി നിന്റെ ഇഷ്ടപ്രകാരം ചെയ്താൽ അത് പുണ്യമാവുകയില്ല. ദാഹം സഹിക്കൽ നിന്റെ ഇഷ്ടപ്രകാരം ചെയ്താൽ അത് പുണ്യമാവുകയില്ല. പുണ്യമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ചെയ്യണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യക്കനുസരിച്ച് ചെയ്യണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആകെ ഒന്ന് മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ടുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു നമുക്ക് നിയമങ്ങൾ, അമലുകൾ നിയമമാക്കിയത്. നിസ്കാരമായിരുന്നാലും അങ്ങനെ തന്നെ. നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുന്നതിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കി തീർക്കുന്ന തക്ബീർ എന്നാണ്. ഹറാമാക്കി തീർക്കുന്ന തക്ബീർ. ഹറാമാക്കി തീർക്കുക
ഇത്ര മെനക്കെട്ട് ഉളൂക്ക് എടുത്ത് പള്ളി വന്ന് നിസ്കരിക്കാൻ വേണ്ടി നമ്മളിന്ന് ഹറാമാക്കി തീർക്കലാണോ? അതെ, ഹറാമാക്കി തീർക്കലാണ്. ചില കാര്യങ്ങൾ ഇതുവരെ നമുക്ക് ഹലാലായിരുന്നു, അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുന്നതോടുകൂടി നമുക്കത് ഹറാമായി. എല്ലാ ദിവസവും 5 നേരം നമ്മളെ കൊണ്ടിങ്ങനെ ഒരു പ്രത്യേക പരിശീലനം നടത്തുക, എല്ലാ കൊല്ലവും 30 ദിവസക്കാലം, 1 മാസക്കാലം ദീർഘമായ നിലയിൽ ഒരു പരിശീലനത്തിന് നമ്മളെ വിധേയരാക്കുക. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമുക്ക് അമലുകളെ നിയമമാക്കിയതെന്ന് പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെതായ ചില സ്വഭാവങ്ങളുണ്ട്, അവൻ്റെ പ്രകൃതങ്ങളുണ്ട്. ആ പ്രകൃതങ്ങളിൽ നിന്നും അവനെ മാറ്റി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യത്തിലേക്ക് അവനെ പരിണമിപ്പിക്കുക, പരിവർത്തിപ്പിക്കുക, സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് ഒരു അതിർവരമ്പ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സൂക്ഷ്മതയുടെ കവചം നിങ്ങളെ അണിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പിനെ നിയമമാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. പ്രിയപ്പെട്ടവരെ, മൊത്തത്തിൽ പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട്, നമ്മളുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ചിട്ട്, നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടിലെ മാമൂലുകളും ആചാരങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചും അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയ്ക്കും ചര്യയ്ക്കും അനുസരിച്ചിട്ടും നമ്മളുടെ ജീവിതത്തെ പണിതുയർത്തുക. അത് വ്യക്തി ജീവിതമാകട്ടെ, സാമൂഹിക ജീവിതമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, മൊത്തത്തിൽ അങ്ങനെ നമ്മളുടെ എല്ലാ മേഖലകളെയും നമുക്ക് പൊളിച്ചു പണിയാൻ സാധിച്ചാൽ അവിടങ്ങളിലൊക്കെ നമുക്ക് സമാധാനം കിട്ടും, ശാന്തി കിട്ടും, സ്വസ്ഥത കിട്ടും, സ്വൈരത കിട്ടും. ഇവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാതികൾ, ആവലാതികൾ, ആക്ഷേപങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ ഈ രംഗത്ത് അവിടങ്ങളിലൊക്കെ വന്നിട്ടുള്ള പോരായ്മകളാണ്, അശ്രദ്ധകളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം. എന്തുകൊണ്ടാണ് മക്കൾ വാപ്പമാരെ അനുസരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കാത്തത്? എന്തുകൊണ്ടാണ് തൊഴിലാളിക്ക് മുതലാളിയോട് ആദരവും അനുസരണയും സത്യസന്ധതയും പുലർത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് മുതലാളിക്ക് തിരിച്ച് തൊഴിലാളിയോട് നല്ല നിലയിൽ പെരുമാറാൻ കഴിയാത്തത്? ഇങ്ങനെ നമ്മൾ ഓരോന്നും ആലോചിച്ചു. ഇതൊക്കെയാണല്ലോ നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഭരണാധികാരികൾക്ക് ഭരണീയർ ഒരു ഭാരമായി മാറുന്നു, അതിനേക്കാൾ ഉപരി ഭരണീയർക്ക് ഭരണാധികാരികൾ ഒരു തലവേദനയായി മാറുന്നു, അല്ലേ? ദുഷ്ടന്മാരായ ഒരു പറ്റം ആളുകളെ കസേരയിൽ ഇരുത്തിയിട്ട് അവരുടെ കയ്യിൽ അധികാരം കൊടുത്തിട്ട് സാധുക്കളുടെ മേൽ ആധിപത്യം നൽകുന്നു. ഈ പാവങ്ങൾ അവരുടെ ധാർഷ്ട്യത്തിലും തണ്ടിലും ഞെരിഞ്ഞമരുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ? എല്ലാ രംഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാമിന് മൗമൂമിനെ പറ്റുന്നില്ല, മൗമൂമിന് ഇമാമിനെ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, മൊത്തത്തിൽ നമ്മൾ ആലോചിച്ചാൽ ഇന്ന് ഒരുതരം താളപ്പിഴ സംഭവിച്ചു, ഒരുതരം താളപ്പിഴ സംഭവിച്ചു. ആ താളപ്പിഴയെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിനെ, പരിശുദ്ധ ഖുർആനിനെ, പരിശുദ്ധ റമദാനിനെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിക്കുന്നത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിന്റെ തുടക്കം മുതൽക്ക് എന്നല്ല, അതിന്റെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആയത്തങ്ങനെ നമ്മൾ ഓതി നമുക്ക് ശീലമായി. പക്ഷേ ഇപ്പോഴും ആ ആയത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന്, മനുഷ്യൻ ഏതിനെ ഉൾക്കൊള്ളണമെന്നും ഏതിനെ തള്ളിക്കളയണമെന്നും, എന്തിനെയാണ് അവൻ പിൻപറ്റേണ്ടത്, എന്തിനെയാണ് അവൻ നിരാകരിക്കേണ്ടതെന്ന് സത്യത്തെയും അസത്യത്തെയും ധർമ്മത്തെയും അധർമ്മത്തെയും ഒക്കെ കൃത്യമായ നിലയിൽ വരച്ചു കാട്ടാനായി, അതിനെ വ്യക്തമാക്കാനായി, വിവരിക്കാനായി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ അല്ലാഹു അവൻ്റെ അടിമകൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഒരു മൂലഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമാണ്, ഒരു ജീവിത വ്യവസ്ഥയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതരിച്ച മാസമാണ് ഈ മാസം. ഈ മാസത്തിൽ അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണമെന്നാണ്, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ദൗത്യം മനുഷ്യ സമൂഹത്തിൽ സൃഷ്ടിക്കാനായി അല്ലാഹു തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ള ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾ 30 ദിവസം ഒരു പ്രത്യേകമായ ക്യാമ്പയിന് വിധേയരാകണമേ, ഒരു പരിശീലനത്തിന് വിധേയരാകണമേ, പട്ടിണി കിടക്കണേ എന്ന് പറയുന്നു പടച്ചവൻ. അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകണം. ഹോളണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അറിയോ? ഹോളണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം
വലിയ സാമൂഹിക പ്രവർത്തകനാണ്, പരിഷ്കർത്താവാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആള് ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേ കാലങ്ങളായി ഇങ്ങനത്തെ കുറേ നല്ല ചിന്തകളുണ്ട്. പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കണം. ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ഒരു സ്ഥായിയായ പരിഹാരം വേണം. എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ ചിന്തിക്കുന്ന കുറേ പരിഷ്കർത്താക്കൾ വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ നമ്മൾ അങ്ങനത്തെ കുറേ നവോത്ഥാന നായകന്മാരെന്ന് വിളിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, അല്ലേ? കുറേ പരിഷ്കർത്താക്കളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തുണ്ട്, നാട്ടിലുണ്ട്, ലോകത്തുണ്ട്, ലോക ചരിത്രത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് അധികം അറിയപ്പെടാത്ത ഒരു മനുഷ്യൻ ഹോളണ്ടിൽ ഡോക്ടറായി സേവനം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ചിന്ത, സാമൂഹികമായി ഇന്ന് അരങ്ങേറ്റം നടക്കുന്ന ഈ അരക്ഷിതാവസ്ഥകൾക്കൊക്കെ അറുതി നിശ്ചയിക്കണം. ഒരു സാംസ്കാരികമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ ഭദ്രതയും സ്വസ്ഥതയും സുസ്ഥിരതയും ഒക്കെ ഉണ്ടാകണം. അതിനുവേണ്ടി എന്ത് വേണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം. എപ്പോൾ നോക്കിയാലും അതേ ചിന്തയാണ്, അതേ ചർച്ചയാണ്, അതേ വർത്തമാനമാണ് ആരെ കണ്ടാലും. അങ്ങനെ അദ്ദേഹം രാജ്യത്ത് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ചരിത്ര പുസ്തകങ്ങളും അതുപോലെ ഇതിനു മുമ്പ് ഇങ്ങനെ ചിന്തിച്ച പരിഷ്കർത്താക്കളുടെ അനുഭവ പാഠങ്ങളും ഓരോന്നോരോന്നായി ശേഖരിച്ചു, പഠിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പുതിയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാം, ഒരു പുതിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കുറേ ഇസങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നല്ല, നമ്മുടെ ലോകത്ത് വന്നിട്ടുണ്ടല്ലോ കുറേ ഇസങ്ങൾ. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വല്ലാതെ പ്രശ്നമായപ്പോഴാണ് തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, തൊഴിലാളികളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, മുതലാളിമാരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം വന്നത്. ഞാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെ പേരും അതിൻ്റെ ഉത്ഭവവും ഒന്നും ഞാൻ പറയുന്നില്ല, വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കൊക്കെ അറിയാമല്ലോ. ഇങ്ങനെ ഓരോ ഇടങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് മനുഷ്യബുദ്ധിയിൽ നിർമ്മിതമായ കുറേ ഇസങ്ങളും പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട് ലോകത്ത്. അങ്ങനെ ആ മനുഷ്യൻ വിചാരിച്ചു ഇങ്ങനത്തെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ എടുത്തിട്ട് ഒരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകാം. അങ്ങനെ ഇരിക്കെ അദ്ദേഹം തൻ്റെ മുമ്പിൽ വരുന്ന രോഗികളെ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു രോഗി കടന്നു വന്നു. ആ രോഗി ഈജിപ്തിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞു. ഈജിപ്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, ഈജിപ്തിൽ, മിസ്രിൽ നിന്ന് വരികയാണ്. അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സാദാസീദാ മൗലവിയായിരുന്നു, ഒരു ഉസ്താദായിരുന്നു, ഒരു മുസ്ലിയാരായിരുന്നു. ഹോളണ്ടിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായ നിലയിൽ ഹോളണ്ടിൽ വന്നതാണ്. ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ടായി. ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ കയറി വന്ന് രോഗകാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം സാധാരണ ഇങ്ങനെ ചിന്തിക്കുന്ന ഡോക്ടർമാർക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ഡോക്ടർമാരുടെ നമ്മൾ പോയാൽ പുറത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടാവും. നമ്മളെപ്പോലുള്ള ചില ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അവരങ്ങ് വർത്താനം തുടങ്ങും. നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ടെലസ്കോപ്പ് എടുത്ത് ചെവിയിലൊന്ന് വെച്ച് നെഞ്ചത്തൊന്ന് ചെറുങ്ങനെ കുത്തിയിട്ട് പിന്നെ അതങ്ങ് താത്ത് വെച്ചിട്ട് ഒരു ബുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് തുറന്നു വെച്ചിട്ട് വർത്താനം തുടങ്ങും. പുറത്ത് നിൽക്കുന്ന ആളുകൾ നമ്മളിങ്ങനെ പിരാവും. അങ്ങനെ സംഭവിക്കാറുണ്ട് ചില ആളുകൾക്ക്. അത് ദീനിയായ കാര്യത്തിലല്ല, മറ്റു പല കാര്യങ്ങളിലും താല്പര്യമുള്ള ആളുകൾ നമ്മളെ കിട്ടിയാൽ നമ്മൾ അതിൽ താല്പര്യനാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതൊരു രസമാണ്, അവർക്ക് സംസാരിച്ചുകൊണ്ട് ആവേശം നോക്കും. ഇങ്ങനെ അദ്ദേഹം രോഗിയെ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ മനസ്സിലെ ഐഡിയാസൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ മിസ്രിൽ നിന്ന് വന്ന ഈ സാദാസീദാ ഉസ്താദ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ സംരംഭത്തിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. നിങ്ങളൊരു വലിയ സംരംഭത്തിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. തലക്കേടില്ല, നല്ല കാര്യമാണ്. സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ ചെയ്തിട്ടുള്ള ആ വലിയ നവോത്ഥാന പ്രവർത്തനം നിങ്ങൾ നടത്താൻ പോവല്ലേ? എനിക്ക് എളിയൊരു അഭ്യർത്ഥനയുണ്ട്. എന്താ അഭ്യർത്ഥന? ഒന്നുമല്ല, ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയുടെ ചരിത്രവും കൂടി നിങ്ങളൊന്ന് പഠിക്കണം. അവിടുന്ന് 23 വർഷക്കാലം കൊണ്ട് ഭൂമിയിൽ ഒട്ടനവധി പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെറുതെ ഉള്ളതല്ല, അക്ഷരാർത്ഥത്തിൽ സാമൂഹിക വിപ്ലവം സാധിച്ചെടുത്ത ഒരു മഹാത്മാവാണ്. എനിക്കൊരു എളിയ അപേക്ഷയുണ്ട്, നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടുമെങ്കിൽ ആ ചരിത്ര പുസ്തകം ഒന്ന് കളക്ട് ചെയ്തിട്ട് നന്നായി വായിക്കാൻ ശ്രമിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞു. പഠിക്കണം. സാധാരണ പോലെ ഒരു മൗലവി കൊടുക്കുന്ന ഉപദേശം, ഓർമ്മപ്പെടുത്തൽ, അത് കൊടുത്തിട്ടങ്ങ് പോയി. അദ്ദേഹം പറയാണ്, ഈ പറയുന്ന ഡോക്ടർ പറയുന്ന അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പിൽ അദ്ദേഹം പറയുന്ന സംഗതികളാണ് ഇതെല്ലാം. അദ്ദേഹം പറയാണ്, ഞാനതങ്ങനെ വലുതായി കണക്കാക്കിയില്ല. കാരണം എന്താ, ഇന്നും അന്നും ഒക്കെ പാശ്ചാത്യന്റെ മുമ്പിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുതരം വെറുപ്പിന്റെ രൂപമാണ് കടന്നു വരിക, അല്ലേ? വെറുപ്പിന്റെ രൂപം. അത് ഒരു പരിധി വരെയും പ്രിയപ്പെട്ട ഒരു അസൂയയുടെ കടുപ്പം കൊണ്ടാണ്. നമ്മൾ വിചാരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വെറുപ്പിന് വേറെ കാരണമൊന്നുമില്ല. നമ്മൾ പറയാറില്ലേ, നമ്മളാള് മുസ്ലിം, നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് എന്താ പറയാ,
നമ്മളാളെല്ലാം ഇങ്ങനെ ആയിപ്പോയി, നമ്മളാളെല്ലാം ഇങ്ങനെയാണെന്നൊരു ധാരണയും വർത്താനവും നമുക്കുണ്ട്. നമ്മളാള് തീരെ മോശമാണെന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പാശ്ചാത്യനും പരിഷ്കൃത സമൂഹവും ഒക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുടെ സമുദായത്തെയും അവജ്ഞയോടുകൂടി കാണുന്നതിന്റെ പിന്നിൽ എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചാൽ പക്ക അസൂയാണ്, കണ്ണുകടിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. കണ്ണുകടിയാണ്, അസൂയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അക്ഷരം അറിയുകയില്ല എന്ന ആളുകൾ പറഞ്ഞ് ആക്ഷേപിക്കുന്ന അറേബ്യൻ സമൂഹത്തിലൂടെ ലോക ചരിത്രത്തിൽ ഉണ്ടായ വിപ്ലവാത്മകമായ സാംസ്കാരികമായ വിസ്ഫോടനം ഉണ്ടല്ലോ, ആ വിസ്ഫോടനത്തിന്റെ മുമ്പിൽ വിസ്മയിച്ചു നിൽക്കുന്ന ലോകം അവസാനം പിന്നെ തോക്കുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്ന് പറയുന്നത് പോലെ ആക്ഷേപിക്കുക, കുറ്റം പറയുക, കുറവാക്കുക, അത് സാധാരണയാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എല്ലാ വെറുപ്പിന്റെ പിന്നിലെയും അടിസ്ഥാന കാരണം. ഏതായാലും ആ ഡോക്ടർ പറയാണ്, ഞാനും അതുപോലെ തന്നെ പാശ്ചാത്യന്റെ മുമ്പിൽ, ഇംഗ്ലീഷുകാരന്റെ മുമ്പിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു പരിഗണന ഒന്നുമില്ലല്ലോ, ഞാൻ പരിഗണിച്ചൊന്നുമില്ല. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ വായനാമുറിയിൽ ചിന്തകൾക്ക് രൂപം നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചു. എല്ലാ ബുക്കും ഞാൻ പരിശോധിച്ചല്ലോ, എന്നാൽ ഈ പറഞ്ഞ ബുക്കും ഒന്ന് പരിശോധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവും തങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകളും ഒന്ന് പരിശോധിച്ചാൽ എന്താ എന്ന് തോന്നുകയും ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു. ഇപ്പൊ പെട്ടെന്ന് കിട്ടുമല്ലോ എല്ലാവർക്കും അല്ലേ, നെറ്റിൽ സെർച്ച് ചെയ്തു. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റർ ടു ദി നെറ്റ് എന്നാണ്. എന്ന് പറയാൻ നമ്മൾ വലയിൽ കുടുങ്ങുന്നതിന്റെ പേരാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വലയിൽ കുടുങ്ങുക, അങ്ങനെ കുടുങ്ങിയ ആളുകൾക്ക് പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ വലിയ പ്രയാസമാണ്. പിന്നെ അവർ പറയുന്നത് പോലെ നമ്മൾ നിന്ന് കൊടുത്തേക്കണം, അല്ലെങ്കിൽ നമ്മൾ പഴഞ്ചന്മാരായിപ്പോ, നമുക്കിതൊന്നും തിരിയില്ല. നമ്മൾ മുസ്ലിയാരല്ലേ, നമുക്കൊന്നും അവരൊന്ന് രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ ചരിച്ചു പറയണം. ഇംഗ്ലീഷ് നേരെ പറഞ്ഞാൽ ചരിഞ്ഞ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ അവൻ വലിയ വിദ്യാസമ്പന്നനായി, നമ്മൾ 7-ാം നൂറ്റാണ്ടിന്റെ സന്തതിയായി. പോട്ടെ, ഏതായിരുന്നാലും നെറ്റിൽ സെർച്ച് ചെയ്തു. എന്തിന്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്കാൻ, പഠിക്കാൻ. അവിടുന്ന് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു എന്നല്ലേ പറയുന്നത്. എന്താണ് ആ വിപ്ലവം? എങ്ങനെയായിരുന്നു ആ വിപ്ലവം? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഹോളണ്ടുകാരനെ പറയാനൊന്നുമല്ല ഇത് പറയുന്നത്, ഹോളണ്ടുകാരന്റെ ചരിത്രം പറയാനൊന്നുമല്ല. ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് കിട്ടിയ മഹാത്മ്യം, നമ്മളുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റം, നമ്മൾ എങ്ങനെയാണ് ആ റസൂലിനെ പിന്തുടരേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി എൻ്റെ നിങ്ങളുടെ ഒക്കെ ശ്രദ്ധ അങ്ങോട്ട് തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ചിലതിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ചില കൃതികൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടി. അദ്ദേഹം പറയാണ്, ഞാൻ ആദ്യമായി സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ചരിത്ര പുസ്തകത്തിന്റെ ചില പേജുകളാണ് തുറക്കപ്പെട്ടത്. തുറക്കപ്പെട്ടു. ആ ചരിത്ര പുസ്തകത്തിന്റെ പേജുകളിൽ ആദ്യമായി തന്നെ ഞാൻ വായിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അവിടുത്തെ പ്രിയപ്പെട്ട 2 ശിഷ്യഗണങ്ങൾ പറയുന്നു, ഞാനും സൽമാനുൽ ഫാരിസിയും ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. പറയുന്നത് ബിലാലുൽ മുഅദ്ദിനാണ്. ബിലാലുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ഹബശക്കാരനാണ്, കറുത്തവർഗക്കാരനാണ്, ആഫ്രിക്കക്കാരനാണ്, അടിമയാണ്, മൂക്ക് ചപ്പിയ ആളാണ്, മുടി ചുരുണ്ട ആളാണ്, അല്ലേ? അങ്ങനെയൊക്കെയാണ്. സൽമാനുൽ ഫാരിസി എന്ന് പറഞ്ഞാൽ ഫാരിസിയാണ്. സൽമാനുൽ ഫാരിസ് അന്ന് തന്നെ വലിയ നാഗരികതയുടെ രാജ്യത്തു നിന്നും മദീനയിലേക്കോ മക്കയിലേക്കോ ചേക്കേറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിൽ വലിയ നാഗരികതയുടെ നടുവിൽ ജീവിച്ച ആളായി വാണലിരുന്ന മഹാനാണ് സൽമാനുൽ ഫാരിസി. രണ്ടുപേരും പറയാം. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവർ പറയുന്നു, ഞാനും സൽമാനുൽ ഫാരിസിയും ഒന്നിച്ച് ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, ബാ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരു അത്യാവശ്യത്തിന്. അങ്ങനെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. മദീനയുടെ പള്ളിയുടെ പരിസരത്തുള്ള ഗല്ലികളിലൂടെ ഇങ്ങനെ നടന്ന് വളരെ വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകും. എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോവാണ്, കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടിയതാണ്. വളരെ വേഗത്തിൽ പോകുന്നതിന്റെ ഇടയിൽ റോഡിന്റെ അരികിൽ ഒരു വയസ്സായ സ്ത്രീ ഇരുന്ന് കരയുന്ന കാഴ്ച കണ്ടു. കരയുന്നു. ചരിത്രം അദ്ദേഹം വായിക്കുകയാണ്. ഇപ്പൊ ആരാ വായിക്കുന്നത്? ഹോളണ്ടുകാരനായ ഡോക്ടർ വായിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന ഞാനല്ല പറയുന്നത്, അയാൾ പറയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഉറങ്ങിയാൽ കേൾക്കൂല. സാധാരണഗതിയിൽ കാമ്പസാറ് പള്ളിയുടെ സദസ്സിലിരുന്നുകൊണ്ട് ഈ കസേര വരെ കേട്ടാൽ മതി. ഇപ്പൊ കേൾക്കുന്ന എവിടം വരെ കേൾക്കേണ്ടത്?
ഹോളണ്ട് വരെ കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണേ. ഗലിയിലൂടെ പോകുമ്പോൾ റോഡിന്റെ അരികിൽ ഒരു വയസ്സായ സ്ത്രീ ഇരുന്ന് കരയുന്ന കാഴ്ച കണ്ടു. പെട്ടെന്ന് എവിടെ ആര് കരഞ്ഞാലും അവശത അനുഭവിക്കുന്ന ആളുകളുടെ അരികിലേക്ക് ഓടി അണയുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തിരക്കിട്ട് പോകുന്നതിന്റെ ഇടയിൽ അങ്ങോട്ട് ശ്രദ്ധിച്ചു. വഴിയരികിലിരിക്കുന്ന സ്ത്രീയുടെ അരികിലേക്ക് ഓടി വന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്ത് പറ്റി? അപ്പൊ അവർ കരയാ, പിന്നെ കരയാ. എന്തു പറ്റി? എന്നോട് പറയൂ, എനിക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ സഹായിക്കാം, എന്തു വേണം എന്ന് ചോദിച്ചു. അവർ വിഷമം പറയാൻ, കരച്ചിലടക്കാൻ നിർവാഹമില്ലാതെ വിഷമം പറയാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് തിരക്കിട്ട് എന്തോ ആവശ്യത്തിനുവേണ്ടി പോവുകയായിരുന്നില്ലേ, അങ്ങ് നടന്നാലും ഞാൻ അവരോട് ചോദിക്കാം, അവരുടെ വിഷമങ്ങൾ ഞാൻ കേൾക്കാം, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിവർത്തിച്ചു കൊടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു മനുഷ്യ കുഞ്ഞ് എവിടെങ്കിലും ഇരുന്നൊന്ന് കരയുന്നതായി കണ്ടാൽ അതെന്തെന്ന് അന്വേഷിച്ചിട്ട് അതിന് പരിഹാരം കാണുന്നത് വരെയും ഇനി എനിക്ക് വേറെ അത്യാവശ്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ ഈ സ്ത്രീയുടെ വിഷമം അറിയട്ടെ എന്ന്. സഹോദരി, എന്താണ് നിന്റെ പ്രശ്നം? അവർ പറഞ്ഞു, ഞാൻ ഒരു ജൂത മുതലാളിച്ചിയുടെ അടിമയാണ്, അവരുടെ കീഴിൽ പണിയെടുക്കുകയാണ്. എൻ്റെ മുതലാളിച്ചി ഭയങ്കര ക്രൂര സ്വഭാവക്കാരിയാണ്, കർക്കശ സ്വഭാവക്കാരിയാണ്. എന്നെ അവര് 4 ദിർഹം നൽകിയിട്ട് എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് അയച്ചു. ഞാൻ കമ്പോളത്തിൽ വന്ന് 4 ദിർഹമിന് എണ്ണ വാങ്ങി. ആ എണ്ണയുമായി മടങ്ങി വരുന്നതിൻ്റെ ഇടയിൽ കാല് വഴുതി ഇവിടെ വീണു. എൻ്റെ കയ്യിൽ നിന്നും ആ എണ്ണപ്പാത്രം പൊട്ടിപ്പോയി, എണ്ണയൊക്കെ വഴിയരികിൽ കളഞ്ഞുപോയി. എനിക്ക് എൻ്റെ ആ യജമാനത്തിയുടെ മുഖം ഓർമ്മ വരുന്നു. ഞാനിനി തിരിച്ചെത്തിയാൽ ക്രൂരമായി എന്നെ മർദ്ദിക്കും, എണ്ണയില്ലാതെ പോയാൽ എന്നെ ക്രൂരമായി മർദ്ദിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് ഇന്ന് പറഞ്ഞാൽ ചിലപ്പം കൂടുതൽ ബോധ്യപ്പെട്ടോണമെന്നില്ല. അടിമപ്പണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ വീടുകളിൽ വളർത്താറുണ്ടായിരുന്ന മൃഗങ്ങൾക്ക് സമാനമായ നിലയിൽ ഒരു മാനുഷിക പരിഗണനയും നൽകാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയും അരികിൽ നിന്ന് പോലും അകറ്റി മൃഗത്തെ പോലെ ദൂരം നിർത്തുകയും ചെയ്തിരുന്ന ഒരു സാമൂഹിക സാംസ്കാരിക രീതിയായിരുന്നു അന്നത്തെ അടിമവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂരയായ തന്റെ യജമാനത്തിയെ എങ്ങനെ പോയി മുഖം കാണിക്കും, എണ്ണയില്ലാതെ ഞാൻ എന്തു പോയി പറയും എന്ന വിഷമത്തിൽ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാണ് എന്ന് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു. ആ സ്ത്രീ അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സൽമാനുൽ ഫാരിസി വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു 4 ദിർഹം വേഗം എടുത്തിട്ട് വാ. 4 ദിർഹം, ഒരു 4 ദിർഹം എടുത്തു കൊണ്ടുപോവാ. ആ 4 ദിർഹം കൊണ്ടുവന്ന് അവൾക്ക് വേണ്ടിയിട്ട് 4 ദിർഹമിന്റെ എണ്ണ വാങ്ങിപ്പിച്ചു. എന്നിട്ട് അവളെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി പോയിക്കോ, സമാധാനമായില്ലേ, ഇനി പോയിക്കോ. എന്നിട്ടും അവൾ പെട്ടെന്ന് കരഞ്ഞു. ഇനി എന്തിനാണ് നീ കരയുന്നത്? നിന്റെ ആവശ്യം പൂർത്തിയായില്ലേ, കാര്യം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാണ് കരയുന്നത്? അവൾ മടിച്ചു പറഞ്ഞു, ഞാൻ ഇത്രയും ലേറ്റായിട്ട് താമസിച്ചിട്ട് എൻ്റെ യജമാനത്തിയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവരെന്നെ ചോദ്യം ചെയ്യും. ഞാൻ താമസിച്ചതിന് എന്ത് കാരണം പറഞ്ഞു? ഇങ്ങനെ ഒരു കാരണം പറയാൻ പറ്റുമോ? ഇങ്ങനെ വഴിയിൽ പൊടിഞ്ഞുപോയി, ഒരു നല്ല മനുഷ്യൻ വന്നു, എനിക്ക് 4 ദിർഹമിന് വേറെ വാങ്ങി തന്നു. അതൊന്നും അന്നത്തെ ആ രാജ്യത്ത്, അറേബ്യൻ സമൂഹത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. അത് അവർ വിശ്വസിക്കുകയും ചെയ്യില്ല. എൻ്റെ യജമാനത്തി എന്നെ ഉപദ്രവിക്കും, എൻ്റെ യജമാനത്തി എന്നെ വിശ്വസിക്കൂല, എനിക്കിനി അവരെ കാണാൻ പേടിയാണെന്ന് പറഞ്ഞ് വീണ്ടും അവർ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, വാ നടക്ക്, ഞാനും നിന്റെ കൂടെ വരാം, നിന്റെ യജമാനത്തിയോട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ഞാൻ കാര്യങ്ങൾ പറയാം, എന്നാ പിന്നെ ബേജാറാവണ്ടല്ലോ. ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് ഇത്രയും തിരക്കിട്ടൊരു വഴിക്ക് പോവുകയായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നു, വാതിൽ മുട്ടി. ഉള്ളിൽ നിന്നും ആ ഭീകരയാണ് എന്ന് പറയുന്ന മുതലാളിച്ച് പുറത്തേക്ക് വന്നു. അവർ വന്നപ്പോൾ അവരോട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരി, ഇവള് അബദ്ധത്തിൽ പോകുന്ന വഴിയിൽ മറിഞ്ഞു വീഴുകയും കയ്യിലുണ്ടായിരുന്ന എണ്ണക്കുപ്പി പൊട്ടിപ്പോവുകയും പകരം ഒരെണ്ണ സംഘടിപ്പിച്ചിട്ട് കൊണ്ടുവരികയും ചെയ്തു. സ്വാഭാവികമായും കുറച്ച് ലേറ്റായി പോയി, നീ അവൾക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. മാപ്പ് കൊടുക്കണം. ചരിത്രത്തിന്റെ വാരിയിൽ ആ ജൂത പെണ്ണ് യജമാനത്തി അവള് ഈ വർത്തമാനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന ആ മുഖത്തേക്ക് അവൾ ഇങ്ങനെ ആഗ്രഹത്തോടെ നോക്കി, ആവേശത്തോടെ നോക്കി. ആ സ്ത്രീ പറയുന്നു, ഇതൊരു മനുഷ്യനല്ല, ഇത് പ്രഭ ചൊരിയുന്ന ഒരു മാലാഖയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്, ഇത് സാധാരണ മനുഷ്യനല്ല.
അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വലിയ ആകർഷണീയതയുണ്ട്, ആ വാക്കുകളിൽ വലിയ സത്യസന്ധതയുണ്ട്. ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല. സാധാരണ നിലയിൽ പെണ്ണിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് വീട്ടുകാരിയോട് സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കുന്ന ജൂതത് പെണ്ണ് അവള് ശ്രദ്ധിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഖാതിബുൻ നബിയനെയാണ്, അഷ്റഫുൽ ഖൽക്കിനെയാണ്, റസൂലുള്ളാഹിനെയാണ്. അത് കണ്ടു, അവള് അതിൽ ആകൃഷ്ടയായി, ആ വർത്തമാനം കേട്ടു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് ചോദിച്ചു. സാധാരണ സംഭവിക്കാറുള്ളത് പോലെ, ഏതായാലും നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ഏതായാലും വേലക്കാരത്തിയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഞാൻ അവളെ കൊട്ടുമ്പൊന്നും പറയൊന്നുമില്ല, അടിക്കുമ്പോഴേക്കൊന്നുമില്ല, എല്ലാം മാപ്പാക്കി. പക്ഷെ എനിക്കറിയേണ്ടത് അങ്ങ് പ്രബോധനം ചെയ്യുന്ന, അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന, അങ്ങ് ഞങ്ങൾക്ക് വിളമ്പുന്ന ആ സത്യസന്ധമായ സന്ദേശത്തെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നാലോ. അത് പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിനിടയിൽ അവള് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഹോളണ്ടുകാരനായ ഡോക്ടർ പറയാണ്, ഞാൻ ഏകദേശം ഈ ചരിത്രം വായിച്ച് ആ സ്ത്രീ മുഹമ്മദിനോട് സംസാരിക്കുകയും സംസാരിച്ചതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അറിയാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുപോയി. ഞാൻ മുസ്ലിമായി. ആര്? ഹോളണ്ടുകാരനായി ഡോക്ടർ മുസ്ലിമായി. അദ്ദേഹം ഹാറൂൻ എന്ന പേര് സ്വീകരിച്ചു. ഒട്ടനവധി ഗ്രന്ഥങ്ങൾ എഴുതി. ഇന്നും ലോകപ്രസിദ്ധമായ കുറെ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഒട്ടനവധി തഫ്സീറുകൾക്ക് അദ്ദേഹം ഇംഗ്ലീഷ് പരിഭാഷ എഴുതി. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഒരു ഉത്തമമായ ഉന്നതമായ ദൗത്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ദൗത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും സ്ഥായിയായ പരിഹാരം അള്ളാഹുവിന്റെ കിതാബിലൂടെ, ആ കിതാബിനെ പരിചയപ്പെടുത്താനായി നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പ്രശ്നത്തിനും പരിഹാരം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. നമ്മൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അത് കണ്ടെത്തുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. നമ്മുടെ കുടുംബപരമായ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഗ്രന്ഥം, അള്ളാഹു നമുക്ക് നൽകിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് സാധിക്കണം. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആനിലേക്ക് മടങ്ങണം, ഹദീസിലേക്ക് മടങ്ങണം, അള്ളാഹുലേക്ക് മടങ്ങണം, അവന്റെ റസൂലിലേക്ക് മടങ്ങണം. അതല്ലാത്ത നിലയിൽ നമ്മൾക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ആചാരങ്ങളെയും എല്ലാ പതിവുകളെയും എല്ലാ രീതികളെയും നാട്ടു സമ്പ്രദായങ്ങളെയും നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. അതാ ഞാൻ പറഞ്ഞത്, നോമ്പ് എന്ന് പറയുന്ന കർമ്മത്തിലൂടെ നമുക്ക് ശീലിച്ചെടുക്കാൻ കഴിയേണ്ടത് അതാണ്. എപ്രകാരം നമ്മൾ വിശന്നപ്പോൾ ആഹാരം മാറ്റിവെച്ചോ, ദാഹിച്ചപ്പോൾ പാനീയങ്ങൾ മാറ്റിവെച്ചോ, അപ്രകാരം നമ്മുടെ നാട്ടാചാരങ്ങളെയും മാമൂലുകളെയും സമ്പ്രദായങ്ങളെയും മാറ്റിവെച്ചിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സുന്നത്തിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ പരിശുദ്ധമായ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി മറ്റുള്ളവന്റെ വിഷമം കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? മറ്റുള്ളവന്റെ വിഷമം കേൾക്കണമെന്ന് പഠിപ്പിച്ചു. മറ്റുള്ളവന്റെ പ്രയാസങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും അവനെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ നമ്മൾ മുൻകൈയെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നും ഇതിനു മുമ്പും ഒക്കെ നമ്മൾ കേൾക്കാറുള്ള ചരിത്രങ്ങളിൽ ജൂതന്മാരുടെ വേദനകൾ കേട്ടു, ജൂത കുഞ്ഞുങ്ങളുടെ വേദനകൾ കേട്ടു. ഒരു ബന്ധവുമില്ലാത്ത അടിമകളായ ആളുകളുടെ അവശതകളെ കുറിച്ചിട്ട് അറിഞ്ഞു, അന്വേഷിച്ചു, അതൊക്കെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിബിതങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണക്കാരിയായ വീട്ടുവേലക്കാരി അല്ലെങ്കിൽ അടിമ സ്ത്രീ അവളുടെ അവശത അറിയുകയും അവൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ടിറങ്ങി എന്ന് കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളായ നമ്മൾ മനസ്സിലാക്കണം, നമ്മളും അങ്ങനെ ചെയ്യണം. എന്ത് ചെയ്യണം എന്ന് പറയുന്നു? നമ്മൾ വേദന അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, മനോവേദനകളിൽ കഴിഞ്ഞുകൂടുന്ന സഹോദരങ്ങളെ സഹായിക്കണം, സഹോദരിമാരെ സഹായിക്കണം. വേണം? സഹോദരിമാരെ സഹായിക്കണം, സഹോദരങ്ങളെ സഹായിക്കണം. വേണ്ടേ?
നിങ്ങൾ സംശയിക്കുക എന്താ ഞാൻ പിന്നെ ഇങ്ങനെ ചോദിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് നാട്ടുകാർക്കിടയിൽ നടന്ന് ദീനിയായ പ്രബോധന പ്രവർത്തനങ്ങളോടൊപ്പം പരോപകാര പ്രവർത്തനങ്ങളും നടത്തണമേ എന്നാണ് ഉപദേശിക്കാറുള്ളത്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരാള് യതീമുകളുടെയും വിധവകളുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ട് നടന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരാള് യതീമുകളുടെയും വിധവകളുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ട് നടന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവനും സമ്പത്തും ചെലവഴിച്ച് ജിഹാദ് ചെയ്യുന്നതിന് പോലെ സമമായ പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി. യതീമുകളുടെ വിഷയത്തിൽ നമ്മൾ കടന്നു പരിശ്രമിച്ചാൽ, വിധവകളുടെ വിഷയത്തിൽ നടന്ന് പരിശ്രമിച്ചാൽ ജിഹാദ് ചെയ്യുന്നവരെ പോലെയുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. ജിഹാദ് ചെയ്യുന്നവരെ പോലെയുള്ള പ്രതിഫലം. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا وما لكم നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാട്ടം നടത്താത്തതെന്തേ? യുദ്ധത്തിലിറങ്ങാത്തതെന്തേ? ആയുധമെടുക്കാത്തതെന്തേ? എവിടെ? എന്തിന്? നാട് വെട്ടിപ്പിടിക്കാനല്ല, രാജ്യം ജയിച്ചടക്കാനല്ല, മറ്റുള്ളവരുടെ മേൽ നമ്മളുടെ പാർട്ടിക്ക് വിജയമുറപ്പിക്കാനല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ആയുധമെടുക്കാൻ പറയുന്നത്? എന്തിനാണ് നിങ്ങളോട് ആയുധമെടുക്കാൻ പറയുന്നത്? ആയുധം എടുക്കുക എന്ന് പറഞ്ഞാൽ മാരകായുധങ്ങളും എടുത്തുകൊണ്ട് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല പ്രേരിപ്പിക്കുന്നത് ഈ വചനത്തിലൂടെ. പിന്നെയോ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ, ജീവിത പ്രയാസങ്ങളിൽ, പീഡനങ്ങളിൽ, അവഗണനകളിൽ, പല നിലയിലുള്ള വിഷമങ്ങളിലും അവശതകളിലും പെട്ട് കഷ്ടപ്പെടുകയും റബ്ബനാ അഖ്രിജ്നാ, ഞങ്ങൾക്കൊരു മാർഗം തുറന്നതാ പടച്ചവനെ, വജഅൽനാ മിൻ ലദുൻക വലിയൻ വല്ലദുൻക നസീറാ, നിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊരു സഹായിയെത്താ പടച്ചവനെ എന്ന് പറഞ്ഞ് വിളിച്ച് കരയുന്ന അവശ വിഭാഗത്തെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഖുർആനാണ്, സൂറത്തുൽ നിസാ. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും സാധുക്കളെ സഹായിക്കണം, അവശ വിഭാഗത്തെ അന്വേഷിക്കുകയും അവർക്ക് ആവശ്യമായ സേവനങ്ങളൊക്കെ കൊണ്ടെത്തിക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ കുറിച്ചിട്ട് നമ്മൾ നന്നായി പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, യതീമുകളുടെ വിഷയത്തിൽ, വിധവകളുടെ വിഷയത്തിലൊക്കെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നതിന് പുണ്യകർമ്മമായി നിശ്ചയിച്ച പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായം, ഞാനും നിങ്ങളും ഒരു കാര്യം ഓർക്കണം. ചില യതീമുകൾ നമ്മുടെ വീടുകളിലുണ്ട്. ചില യതീമുകൾ നമ്മുടെ വീടുകളിലുണ്ട്. ചില വിധവകൾ നമ്മുടെ വീടുകളിലുണ്ട്. ആ വിധവകൾ എന്ന് പറയുന്നത് അന്യരൊന്നുമല്ല. ആ വിധവകൾ എന്ന് പറയുന്നത് അന്യരൊന്നുമല്ല. പിന്നെ ആരാ? അത് എൻ്റെ ഉമ്മ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ ശരിക്കും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം ഇങ്ങനെ നീട്ടിപ്പരത്തി പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ശരിയായ കണ്ടന്റ് വിട്ടുകളയരുത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ എന്ന് പറയുന്നത്, ഉറങ്ങല്ലേ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ആ വിഷയത്തിലേക്ക് നിങ്ങൾ വരണം. പ്രിയപ്പെട്ടവരെ, നാട്ടിലെ നേരത്തെ പറഞ്ഞതുപോലെ ജൂത പെണ്ണിനും അടിമ പെണ്ണിനും ഒരു ബന്ധവും കുടുംബവും ഇല്ലാത്ത ആളുകൾക്കുമൊക്കെ അവരുടെ അവശതയുടെ സാഹചര്യത്തിൽ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് സമാധാനിപ്പിക്കണമെന്നും സഹായിക്കണമെന്നും സേവിക്കണമെന്നും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ, ആ വർത്തമാനം കേട്ട് ആവേശം കൊള്ളുമ്പോൾ നമ്മൾ നമ്മളുടെ വീടുകളിലേക്കൊന്ന് ചിന്തിക്കണം. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ചില വിധവകൾ വീർപ്പുമുട്ടിയിരിക്കുന്നുണ്ട്. ആ വിധവകൾ അന്യരൊന്നുമല്ല, ആരാനൊന്നുമല്ല, അവനവന്റെ ഉമ്മയാണ്. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ ഉമ്മമാര് അവർ വിധവകളാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്നു. ആ സഹോദരൻ ഇവിടെ ഇല്ലെന്ന് ഞാൻ ആദ്യം പോലെ ഇങ്ങനെ നോക്കി ഉറപ്പിക്കുക, ഉണ്ടോ എന്ന് പറഞ്ഞില്ല. തന്റെ ഭാര്യയും ഉമ്മയും തമ്മിലുള്ള ചെറിയ കശപിശ വല്ലാതെ മനോവേദനയോടുകൂടിയാണ് വന്നത്. ഭയങ്കര മനോവേദനയോടുകൂടിയാണ് വന്നത്. ആ മനോവേദനയുമായി എൻ്റെ അരികിൽ വന്നു. കുറെ സമയം സംസാരിച്ച് അൽഹംദുലില്ലാ എൻ്റെ സംസാരം കൊണ്ട് അദ്ദേഹത്തിന് വലിയ ആശ്വാസം ഉണ്ടായി. ഉമ്മയും ഭാര്യയും തമ്മിൽ തീരെ ഒക്കുന്നില്ല. കുഴപ്പം നിങ്ങളുടെ ഭാഷയിൽ കുഴപ്പം. ആ കുഴപ്പം കുറെ പറഞ്ഞു. ആ കുഴപ്പമൊക്കെ നിങ്ങളോട് പറഞ്ഞൊരു സമയം കളേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മയും ഭാര്യയും തമ്മിൽ വല്ലാത്ത പ്രശ്നം. അപ്പൊ ഉമ്മാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സ്വാഭാവികമായും
ഈ മകൻ എൻ്റെ അരികിൽ വന്നത്, സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. ഞാൻ അറിയാതെ കരഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 11 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ വാപ്പ മരിച്ചുപോയി. 11 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ വാപ്പ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് എത്ര വയസ്സുണ്ടാവും പ്രിയപ്പെട്ടവരെ? എത്ര വയസ്സുണ്ടാവും? 11 മാസം പ്രായമുള്ളപ്പോൾ. ഇന്ന് ഈ പറയുന്ന സഹോദരന് 3 മക്കളുണ്ട്. 3-ൽ ആ മൂത്തതിന് 8 വയസ്സ് പ്രായമുണ്ട്. കൂടുതൽ പറയണ്ടല്ലേ, ആളെ പറയാനല്ല, ഞാൻ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. 3 മക്കളുണ്ട്. മൂത്ത മകൾക്ക് 8 വയസ്സ് പ്രായമുണ്ട്. 8 വയസ്സ് പ്രായമുള്ള മറ്റു 3 മക്കളുടെ ഉപ്പയായ നിന്നെ 11 വയസ്സിൽ അനാഥയാക്കിയിട്ട്, എന്നെ വിധവയാക്കിയിട്ട് വീട് വിട്ടുപോയ വാപ്പയുടെ അഭാവത്തിൽ ഇനി എനിക്ക് കല്യാണം വേണ്ട എന്നുറപ്പിച്ചു. കുറേ ആങ്ങളമാർക്ക് ഒറ്റപ്പെങ്ങളാണ്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കണേ, അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. കുറേ ആങ്ങളമാർക്ക് ഒറ്റപ്പെങ്ങളായി. 11 മാസം പ്രായമായപ്പോൾ നിന്നെ അനാഥനാക്കി, എന്നെ വിധവയാക്കി വീട് വിട്ടുപോയ വാപ്പയുടെ ദുഃഖഭാരം തലയിൽ പേറി. ഇനി ഒരു വിവാഹം വേണ്ട. എന്തിന്? നിന്നെ പോറ്റാൻ. ഞാനൊരു മറ്റൊരു വിവാഹം കഴിഞ്ഞു പോയാൽ ഒരു പക്ഷേ ഈ മോനെ വേണ്ടതുപോലെ പോറ്റാൻ കഴിയില്ലല്ലോ. അവൻ തന്നെ പറഞ്ഞ വാക്കുകളിൽ നിന്നും പിന്നീട് ഞാൻ ആ പയ്യനോട് പറഞ്ഞു കൊടുത്ത ചില സന്ദേശങ്ങളാണ്. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ. 11 മാസം പ്രായമുള്ളപ്പോൾ അനാഥയാക്കിയിട്ട് പോയ വാപ്പയുടെ അഭാവത്തിൽ വൈധവ്യം പേറിക്കൊണ്ട്, വിധവ എന്ന് പറയുന്ന മനോഭാരം പേറിക്കൊണ്ട് ആ സാധു സ്ത്രീ നിന്നെ പോറ്റി വളർത്തി വലുതാക്കി. നിനക്ക് വേണ്ടി സമാധാനമാകട്ടെ എന്ന് വിചാരിച്ച് അവർ തന്നെ ഒരു കല്യാണ ബന്ധം തരപ്പെടുത്തി. കല്യാണം കഴിച്ചു. ഇപ്പൊ മക്കളുണ്ടായി. 8 വയസ്സ് പ്രായമുള്ള മോളുണ്ടായി. ഇന്ന് നിന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിയപ്പോൾ ആ ഉമ്മ ഒരു അധികപ്പറ്റായി മാറുക. ആ ഉമ്മയെ കുറിച്ചിട്ട് നമ്മൾ വേറൊരാളോട് പരാതി പറയേണ്ടി വരിക. അവസാനം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു. ചെറുപ്പക്കാരൻ ഉസ്താദ് പറഞ്ഞത് ശരിയാ. എൻ്റെ ഉമ്മയെ കുറിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതിയുടെ കാമ്പ് പരിശോധിക്കുമ്പോൾ ഇപ്പോഴും അവർക്ക് അവരുടെ മകൻ നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ്, വേറൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. എൻ്റെ മോന് വേറൊരു പെണ്ണിന് പോവോ? മനസ്സിലായോ? വേറൊരു പെണ്ണിൻ്റെതായി പോവോ? എൻ്റെ മകൻ വേറൊരാളുടെ ഭർത്താവായി മാറുമോ? വേറെ കുട്ടികളുടെ ഉപ്പയായി മാറുമോ? ഇല്ല. ഞാൻ മരിക്കുന്നത് വരെയും, സാധാരണ അത് അവർ പറഞ്ഞ കാര്യമല്ല, ഞാൻ മരിക്കുന്നത് വരെയും ഈ കുഞ്ഞ് എൻ്റെ മോനാകണം, എൻ്റെ മോൻ മാത്രമാകണം. ആ ഒരു സ്നേഹത്തിന്റെ സ്വാർത്ഥത കൊണ്ടാണ് ഉമ്മമാരൊരു പക്ഷെ അങ്ങനെ പെരുമാറും. മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ട ഉമ്മമാർ? കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിന്റെ OP-യിൽ റമദാനാണ്. റമദാനിൽ ഒരുപാട് ആളുകൾ തിക്കിത്തിരക്കി ക്യൂ നിൽക്കുന്നു. സ്വാഭാവികമായും രോഗികൾ കുറെ അധികമുള്ളത് കൊണ്ട് അവരെയൊക്കെ നോക്കി സമയം പോയി. ഇടയ്ക്ക് വെച്ച് ഒന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരു വയസ്സായ അവശതയുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് ഓടി മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഈ പഴയ പേപ്പറിനകത്ത് പഴയ മരുന്ന് തന്നെ ഒരിക്കൽ കൂടി ഒന്ന് എഴുതി തന്നാളി, എനിക്കിനി പരിശോധിക്കാനൊന്നും സമയമില്ല എന്ന് പറയും. ഈ മരുന്നിന്റെ പഴയ ലിസ്റ്റ് ഇതൊന്ന് നോക്കിയിട്ട് ഒരിക്കൽ കൂടി ഒന്ന് എഴുതി തന്നാളി, എനിക്കിനി പരിശോധിക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ, എന്താ? ഞാൻ 2 മണിക്കൂറായി ഇവിടെ കാത്തിക്കുന്നു, ഇനി എനിക്ക് നിൽക്കാൻ സമയമില്ല. അവർ ദേഷ്യപ്പെടുകയല്ല, കോപിക്കുകയല്ല. നമ്മളൊക്കെ ചിലപ്പോൾ ഡോക്ടർമാരോട് അങ്ങനല്ല, എനിക്കിനി നിൽക്കാൻ സമയമില്ല, അതുകൊണ്ട് ഇനി പരിശോധിക്കാനൊന്നും സമയമില്ല, ഈ പഴയ മരുന്ന് തന്നെ ഒരിക്കൽ കൂടി ഒന്ന് എഴുതി തന്നാളി, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡോക്ടർ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ തിരക്കാക്കുന്നത്, എന്തിനാ പോകുന്നു? ഒന്നുമല്ല ഡോക്ടറെ, എനിക്ക് 45 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞു മോനുണ്ട് വീട്ടിൽ. 45 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞു മോനുണ്ട് വീട്ടിൽ. അവനെ ഞാൻ തൽക്കാലത്തേക്ക് അയലത്തെ വീട്ടിൽ ഒരാളോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാ വന്നത്. ആ കുഞ്ഞുമോനെ ഞാൻ പോയാലാണ് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാൻ കഴിയൂ, തിന്നാൻ കൊടുക്കാൻ കഴിയൂ. ഞാൻ 2 മണിക്കൂറായി, ഇനി ഇതിൽ കൂടുതൽ എൻ്റെ മോനെ ഇട്ടിട്ട് വരാൻ എനിക്ക് കഴിയില്ല. 45 വയസ്സുള്ള ഒരു കുഞ്ഞു മോനെ കുറിച്ചിട്ടൊരു ഉമ്മ അവലാതിപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ, ഞാൻ പറയുന്നത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഒരു സത്യമാണ്. 45 വയസ്സുള്ള ഒരു കുഞ്ഞു മോനെ പോറ്റുന്നതിന്റെ വിഷയത്തിൽ വേവലാതിപ്പെടുന്ന ഒരു ഉമ്മ സ്വന്തം ആരോഗ്യം മറക്കുകയാണ്, സ്വന്തം രോഗം മറക്കുക. എനിക്കിന് കാത്തു നിന്ന് മരുന്ന് വാങ്ങാനൊന്നും സമയമില്ല, പരിശോധിക്കാൻ സമയമില്ല, എന്നെ ഒന്ന് വേഗം വിട്ടളാ.
എന്താ പ്രശ്നം? 45 വയസ്സുള്ള എൻ്റെ ഈ മോന് മന്ദബുദ്ധിയാണ്. അവന് ബുദ്ധിയില്ല, തിരിച്ചറിവില്ല. അവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. അവനെ നോക്കാം. ഇനി 2 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല, വേഗം പോകണം, എനിക്ക് വേഗം. ഒരു ഉമ്മയുടെ മനസ്സാണ്, പ്രിയപ്പെട്ടവരെ. ആ ഡോക്ടർ വളരെ വേദനയോടുകൂടി അനുഭവം പറഞ്ഞു. ഞാൻ ആ ഉമ്മാനെ ചെറുങ്ങനെ സോപ്പിട്ടു. കാരണം ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ നമ്മൾ അങ്ങനെ നിർത്തി വിഷമിപ്പിച്ചു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, നിർത്തി വിഷമിപ്പ് തെറ്റായിപ്പോയി. ആ സ്ത്രീയോട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതിനിടയിൽ ഒരു കൗതുകത്തോടുകൂടി ഞാൻ ചോദിച്ചു, ഉമ്മ, നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗം ഉണ്ടായിരുന്നല്ലേ, ഒരുപാട് വിഷമങ്ങൾ. അപ്പൊ അവരതൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, മടിക്കുകയാണ്, ഒന്നും പറയാനൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. മക്കൾക്ക് വേണ്ടിയിട്ട് സഹിക്കുന്ന ത്യാഗം ഒരിക്കലും മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ, പുറത്തു പറയില്ല. എങ്ങാനും ഒരു പ്രാവശ്യം നേരെ തിരിച്ച് ഈ ഉമ്മാനെ ഞാനൊന്ന് നോക്കിയായിരുന്നെങ്കിൽ, അല്ലേ, ഈ ഉമ്മാനെ ഒരിക്കൽ ഞാൻ നോക്കിയിരുന്നെങ്കിൽ 1000 ആളോട് ഞാൻ പറഞ്ഞു നടന്നിട്ടുണ്ടാവും. ഞാൻ കാമ്പസാറിലെ ഖത്തീബായിട്ട് അതെല്ലാം വിട്ടിട്ട് ഉമ്മാനെ ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ചു കടത്തി മറിച്ചു കടത്തി. നിങ്ങളോട് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഉമ്മയെ നോക്കിയാൽ അത് ഞാൻ നാട്ടുകാരോട് 1000 നാവ് കൊണ്ട് പറയും. പക്ഷേ 45 വർഷമായി മടിയിലിരുത്തി കൊച്ചു കുഞ്ഞിനെ പോറ്റുന്നത് പോലെ തിരിച്ചും മറിച്ചും കൊണ്ട് നടക്കുന്ന ഒരു വലിയ മനുഷ്യനെ കുഞ്ഞായി കണക്കാക്കുന്ന ഈ ഉമ്മ ഒരിക്കൽ പോലും അവരുടെ ഈ സേവനങ്ങളെയും ആവശ്യകതകളെയും ആരോടും പറയില്ല. അവരൊന്നും പറഞ്ഞില്ല. അവസാനം ഈ ഡോക്ടർ പറയാം, ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയമുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരാണല്ലോ, ത്യാഗം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, കരച്ചിലും കണ്ണീരും മാത്രം, അവശതയും മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഉമ്മ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയമുണ്ടോ എന്ന് ചോദിച്ചപ്പം അവരധികം ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഉടനടി ഒരു മറുപടി പറഞ്ഞു, മോനെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റ ദുആയേ ഉള്ളൂ, ഒറ്റ ആശയമുള്ളൂ. പടച്ചോനെ, എൻ്റെ മോനെ മരിപ്പിച്ചിട്ടേ എന്നെ മരിപ്പിക്കാവൂ എന്നൊരു ദുആ. എൻ്റെ മോനെ മരിപ്പിച്ചിട്ട് എന്നെ മരിപ്പിക്കാം. എൻ്റെ മോൻ ഒരിക്കലും ഒരു ഉമ്മ സാധാരണ അങ്ങനെ ദ്വാരക്കാൻ പാടില്ലല്ലോ. ദ്വാരക്കോ ഇല്ല. എൻ്റെ മോനെ മരിപ്പിച്ചിട്ട് എന്നെ മരിപ്പിക്കാവൂ എന്നൊരു ഉമ്മ ഒരിക്കലും ദ്വാരക്കൂല. പക്ഷേ ഈ ഉമ്മ പറഞ്ഞു പോകുന്നു, എന്തുകൊണ്ടാണ്? എങ്ങാനും ഞാനില്ലാത്ത ഭൂമിയിൽ എൻ്റെ ഈ മകൻ എങ്ങനെ കക്കൂസിൽ പോകും, എങ്ങനെ മൂത്രമൊഴിക്കും, എങ്ങനെ അവന്റെ മാലിന്യങ്ങൾ വൃത്തിയാക്കും, ആരവനെ തിരിഞ്ഞു നോക്കും, ആരവന് ആഹാരം വാരി കൊടുക്കും, ആരവനെ കൊച്ചു കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ കൂട്ടത്തിൽ കിടത്തി ഉറക്കും. 2 മണിക്കൂർ സമയം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ വന്ന് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞെന്തായി എന്ന വെപ്രാളത്തോടു കൂടി തിരിച്ചു പോകാൻ വേമ്പൽ കൊള്ളുന്ന ഈ മനസ്സ്, ഞാൻ മരിച്ചുപോയാൽ എൻ്റെ മോനെ ആര് നോക്കും? ഒരു ഉമ്മ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ ഒട്ടനവധി ഉമ്മമാരുടെ മനസ്സുകൾ വെമ്പുന്നുണ്ട്, വീർപ്പുമുട്ടുന്നുണ്ട്. ഈ ഉമ്മമാരെ നമ്മൾ കാണണം. ഞാൻ പറഞ്ഞു വരുന്നത്, റോഡരികിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ അവശതയെ അന്വേഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പുതിയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ, ചാരിറ്റി വർക്കുകൾ ചെയ്യാനൊക്കെ നമ്മൾ സന്നദ്ധരാണ്, നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണ്. നമുക്ക് വേണ്ടി ഇത്രയും കാലം ആരും അറിയാതെ, ഒരു ഫ്ലക്സിലും പേര് വരാതെ, ഫോട്ടോ വരാതെ, ഒരു നോട്ടീസിലും പരസ്യം വരാതെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് നമ്മളുടെ തീട്ടവും മൂത്രവും ഒക്കെ വാരി നമ്മളിനി ഏതവസ്ഥയിലെത്തിയാൽ പോലും നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ ഉമ്മമാരെ നമ്മൾ കാണാതെ പോകരുത്. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ ഉപ്പമാരെ നമ്മൾ അറിയാതെ പോകരുത്. നമ്മുടെ ഉപ്പമാർ, അവർ നമുക്ക് വേണ്ടി, ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിൽ അറുകൊല നടത്തിയ ചില മുസ്ലിം ചെറുപ്പക്കാരെ കുറിച്ചിട്ടൊക്കെ വായിക്കുകയും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്തില്ലേ? ഒരു കുടുംബത്തിലെ 6-7 ആളുകളെയൊക്കെ ഒറ്റയടിക്ക് കൊലപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം പയ്യൻ, അവനെ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ഓരോ ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് അവസാനം മാരകമായ നിലയിൽ സ്വന്തം മകന്റെ കൈകൊണ്ട് കുത്തേറ്റ് കിടക്കുന്ന മാതാവ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും അല്പമൊന്ന് അനക്കം വെച്ച്, ജീവൻ വെച്ച് ചെറിയ ബോധത്തിലേക്ക് വന്നപ്പോൾ പോലീസുകാർ കേസിന് തുമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാന്റെ അടുത്ത് വന്നു. ആ ഒരു തുമ്പേ ഉള്ളൂ, വേറെ തുമ്പൊന്നുമില്ല. എന്തെങ്കിലും ഒരു തുമ്പുണ്ടാകണ്ടേ, ഇവൻ കൊല ചെയ്തതിനൊരു തുമ്പുണ്ടാകണ്ടേ. അങ്ങനെ തുമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിലെ താനടക്കമുള്ള 6-7 പേരെ അറുകൊല നടത്തിയ ഒരു മകനെ കുറിച്ചിട്ട് എതിര് സാക്ഷി നിൽക്കാൻ, അല്ലെങ്കിൽ തുമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ വന്ന് ഈ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ആ ഉമ്മ ഇന്നത്തെ കേരളത്തിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത്രയും ദുഷിച്ചു എന്ന് നമ്മളൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമുദായത്തിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു ഉമ്മയുടെ മനസ്സ് ഇപ്പോഴും ഉമ്മയുടെ മനസ്സ് തന്നെയാണ്. ആ ഉമ്മ വന്ന പോലീസുകാരെ എങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ കട്ടിലേന്ന് മറിഞ്ഞു വീണതാണ്. ഉമ്മ ഒരിക്കലും തന്റെ മകനെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞില്ല.
തൻ്റെ മകനെ കുറിച്ചിട്ട് കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും എതിർസാക്ഷി നിൽക്കാൻ അവർ തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നമ്മുടെ ഉമ്മമാര് കഴിയുന്നുണ്ട്, ഉപ്പമാര് കഴിയുന്നുണ്ട്. നമുക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മമാര് നാട് നീളെ നടന്ന് തെണ്ടി എരന്ന് ആളുകളുടെ അടുക്കള പണികളൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ അധ്വാനത്തിന്റെ ഫലം ആഹാരമായി നമുക്ക് വേണ്ടി വിളമ്പി തന്നവർ. അങ്ങനെയല്ലേ? എത്രയോ വീടുകൾ അടിച്ചു വാരാൻ പോകുന്നു, തുടച്ചു വൃത്തിയാക്കാൻ പോകുന്നു, അവരുടെ കക്കൂസ് കഴുകി കൊടുക്കാൻ വേണ്ടി പോകുന്നു. എന്തിനാ? ഞാനും നിങ്ങളും അടങ്ങുന്ന മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് മാതാക്കൾ ചെയ്യുന്ന ത്യാഗത്തിന്റെ ചില ചിത്രങ്ങളും മുഖങ്ങളുമാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ എന്ന നിലയിൽ സാമൂഹിക പരിഷ്കർത്താക്കളാകാൻ ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മളുമായി ഏറ്റവും അടുപ്പമുള്ളവരുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, യസ്അലൂനക മാദാ യുൻഫിഖൂൻ. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നിങ്ങൾ സദഖ കൊടുക്കണമെന്ന, സകാത്ത് കൊടുക്കണം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നിലയിൽ നിങ്ങളുടെ കഴിവനുസരിച്ചിട്ട് സമ്പത്ത് നൽകണം എന്നൊക്കെയുള്ള കൽപ്പനകൾ ഇറങ്ങിയപ്പോൾ സഹാബാക്കള്, അറബികള്, മനുഷ്യർ വന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ഞങ്ങൾ എന്താണ് ചെലവാക്കേണ്ടത്? എത്രയാണ് ചെലവാക്കേണ്ടത്? അതിന്റെ ശതമാന കണക്കാണോ, അല്ലെങ്കിൽ അതിന്റെ വാഗഭേദങ്ങളെ കുറിച്ചിട്ടാണോ? സമ്പത്ത് എങ്ങനെയാണ്, എത്രയാണ് ഞങ്ങൾ കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്നതല്ല ഇവിടുത്തെ ചിന്ത. നിങ്ങൾ എത്ര കൊടുക്കുന്നു, കാരണം നിങ്ങൾ കൊടുക്കുന്ന ശതമാന കണക്ക് വാങ്ങിയിട്ട് വേണം പടച്ചവൻ അവന്റെ അടിമകൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അല്ലേ? നമ്മളിങ്ങനെ കൊല്ലത്തിൽ വലിയ കഷ്ടപ്പെട്ടിട്ട് കണക്ക് കൂട്ടിയിട്ട് അതിൽ നിന്നും അരിച്ചു കുണിച്ചൊക്കെ എടുത്ത് 2.5% ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് അങ്ങോട്ട് കൊടുത്തിട്ട് വേണം പടച്ചവൻ അത് വാങ്ങിയിട്ട് അവന്റെ അടിയാറുകളുടെ പട്ടിണി മാറ്റാൻ. എന്നിട്ട് വേണം അള്ളാഹു അവന്റെ അടിമകളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും. അങ്ങനെയൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു വതഅമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. യാസീനിൽ പറയുന്നുണ്ട്, കാഫിരീങ്ങളായ നിഷേധികളായ ആളുകൾ ഇസ്ലാമിനെയും പടച്ചവനെയും കളിയാക്കുന്ന വിഷയത്തിൽ അവരിങ്ങനെ പറയുമായിരുന്നു, വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സാധുക്കൾക്ക് വേണ്ടി കൊടുക്കണമേ എന്ന് പറഞ്ഞാൽ, സാധുക്കൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അവര് പരിഹസിച്ചുകൊണ്ട് തിരിച്ചു പറയും, അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു വതഅമഹു, അള്ളാഹ് നന്നാക്കാത്ത ആളുകൾക്ക് നമ്മൾ എന്തിനാ കൊടുക്കുന്നതെന്ന് അവർ ചോദിക്കും. അല്ലേ? അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു വതഅമഹു, അള്ളാഹു കൊടുക്കണ്ട എന്ന് വിചാരിച്ച ആളുകൾക്ക് പിന്നെ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, കൊടുക്കേണ്ട ആവശ്യം എന്താന്ന്? അഥവാ അവർക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അള്ളാഹിനെ കൊടുക്കൂലായിരുന്നു. അല്ലേ? അള്ളാഹിനെ കൊടുക്കൂലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? പരിഹാസത്തോടുകൂടി അവർ ചോദിക്കുന്നു, അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു വതഅമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, നിങ്ങൾക്ക് വഴികേടായി പോയി, നിങ്ങൾക്ക് വിവരമില്ലാതായി പോയി, നിങ്ങൾ എന്തായി പറയുന്നത്? അള്ളാഹു അവർക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടല്ലേ അവർക്ക് ഇങ്ങനെ ദാരിദ്ര്യം വന്നത്, പട്ടിണി വന്നത്. പിന്നെ അള്ളാഹു കൊടുക്കാത്തടത്ത് നമ്മൾ എന്തിനാ കൊടുക്കുന്നത് എന്ന് പരിഹാസത്തോടുകൂടി ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വേണം അപ്പുറം അള്ളാഹുക്ക് കൊടുക്കാനൊന്നും ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാം കൊടുക്കാൻ പ്രാപ്തനാണ്. പക്ഷേ അങ്ങനെ എല്ലാവർക്കും അങ്ങ് എല്ലാം കൊടുത്താൽ പിന്നെ ഭൂമിയുടെ ഘടന മാറിപ്പോവില്ലേ, നിലനിൽപ്പുണ്ടാവുമോ? അതുകൊണ്ടാണ് ചില ആളുകൾക്ക് അല്ലാഹു യബ്സുത്തു വയർസുഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് കൊടുക്കുന്നു, ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുന്നു. അതൊക്കെ അള്ളാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അള്ളാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അള്ളാഹു ആണ് ചില ആളുകൾക്ക് റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നു, ചിലപ്പോൾ ചിലത് അല്പാൽപമായി കൊടുക്കുന്നു. അത് അള്ളാഹുവിന്റെ കണക്കാണ്. ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവർക്കൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല മറുപടിയായി പറഞ്ഞു, ഖുൽ, അവരോട് പറയണം, മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ, എന്തു കൊടുത്താലും വേണ്ടിയില്ല, കൊടുക്കുന്നത് എന്തായാലും കുഴപ്പമില്ല, പക്ഷേ കൊടുക്കുമ്പോൾ നീ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ പരിഗണിക്കണമേ എന്നാണ്. ഫലിൽ വാലിദൈൻ വൽ അഖ്റബീൻ വൽ യതാമ വൽ മസാകീൻ വബനിസ് സബീൽ. ആദ്യം ആരെയാണ്?
ഫലിൽ വാലിദൈൻ. നമ്മൾ പണമുണ്ടാക്കി ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സംഘടന ഉണ്ടാക്കി, കമ്മിറ്റി ഉണ്ടാക്കി, എന്നിട്ട് നാട്ടുകാരെ എല്ലാം നമ്മൾ സേവിച്ചു, നാട്ടുകാർക്കൊക്കെ കൊടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ വീട്ടിന്റെ ഉള്ളിൽ നമ്മളുടെ ഉമ്മമാര് നമ്മളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണെങ്കിലോ, നമ്മുടെ ഭാര്യമാര് നമ്മളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുകയാണെങ്കിലോ പാടില്ല. ഫലിൽ വാലിദൈൻ, ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ മാതാപിതാക്കൾക്കാണ്. വൽ അഖ്റബീൻ, പിന്നെ നീ ചെയ്യേണ്ടത് നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണ്. ആദ്യം മാതാപിതാക്കൾക്ക് ചെയ്യണം, പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ചെയ്യണം. നമ്മൾ നാട്ടുകാരെ കാണുന്നു, സലാം പറയുന്നു, കൈപിടിക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു, ആശ്വസിപ്പിക്കുന്നു, സമാധാനിപ്പിക്കുന്നു. വീട്ടിൽ പോയിട്ട് നമ്മൾ ഉപ്പാനും ഉമ്മാനും കൈ പിടിക്കണ്ടേ? അങ്ങനെ പിടിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഫലിൽ വാലിദൈൻ വൽ അഖ്റബീൻ എന്ന് പറഞ്ഞാൽ ആദ്യമായി നമ്മൾ പിടിക്കേണ്ടത് നമ്മുടെ ഉമ്മയുടെ കൈയാണ്, വാപ്പയുടെ കൈയാണ്. ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, ഒരിക്കൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കയറുക. നിക്കാഹുമായി ബന്ധപ്പെട്ട് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പ്രസംഗിക്കേണ്ടത്. ഞാൻ കയറി പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളെ സാധുക്കളായ സ്നേഹത്തിന്റെ മുഹബത്തിന്റെ സഹോദരങ്ങൾ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് മുത്തുന്നു. ചില ആളുകളുടെ നെറ്റിക്ക് മുത്തം വെക്കുന്നു. സന്തോഷം, ഭയങ്കര സന്തോഷം അല്ലേ? സന്തോഷം, അൽഹംദുലില്ലാ. സ്നേഹത്തിന് അള്ളാഹു നല്ല പ്രതിഫലം തരുമാറാകട്ടെ. കൈയും മുഖവും എല്ലാം മുത്തിയിട്ട് ഞാൻ വന്ന് പ്രസംഗിക്കാൻ ഞാൻ പ്രസംഗത്തിൽ പറയും, സഹോദരങ്ങളെ, ഈ മുത്തലുണ്ടല്ലോ, ഈ മുത്തല് നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഉസ്താദിന്റെ തങ്ങളുടെ കയ്യിൽ മുത്തിയത്, അറിയപ്പെട്ട ഉസ്താദിന്റെ തങ്ങളുടെ നെറ്റിയിൽ നമ്മൾ മുത്തുന്നത്, മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ ആദ്യം മുത്തേണ്ടത് അവരവരുടെ ഉമ്മയുടെ നെറ്റിയിലാണ്. നമ്മൾ ആരെങ്കിലും ഇതുവരെ അങ്ങനെ ഉമ്മാന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും നമ്മൾ ഉപ്പാന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലാത്തത്? അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാകണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതുവരെ ശീലിച്ചതൊക്കെ മാറ്റി പണിയണം. നമ്മൾ നമ്മളുടെ വാപ്പയുടെ കൈ പിടിക്കണം, ആ കൈ മുത്തണം, അതിന് കൂലി കിട്ടും. സ്നേഹത്തോടുകൂടി അനുസരണയുള്ള ഒരു മകൻ തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, അള്ളാഹുവിന്റെ റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വീകരിക്കപ്പെട്ട ഒരു ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹുവിന് നൽകുമെന്ന് റസൂലുള്ളാഹി. ഹദീസാണല്ലോ. അനുസരണയുള്ള മകൻ സ്നേഹത്തോടുകൂടി തന്റെ വാപ്പയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ആ നോട്ടത്തിന് പകരമായി സ്വീകരിക്കപ്പെട്ട ഒരു ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി. ഇതിൽ 2-3 നിബന്ധനകളുണ്ട്. അനുസരണയുള്ള മകനായിരിക്കണം, സ്നേഹത്തോടുകൂടി വാപ്പാന്റെ മുഖത്തേക്ക് നോക്കണം. ഇപ്പൊ നമ്മുടെ കുറെ മക്കള് കണ്ണുരുട്ടി നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ സമൂഹത്തിൽ കുറെ വാപ്പമാരുടെ മുഖത്തേക്ക് സ്ഥിരമായി ഇങ്ങനെ നോക്കുന്ന കുറെ മക്കളുണ്ട്. പക്ഷെ ആ നോട്ടത്തിന് വേറെ ചില അർത്ഥങ്ങളുണ്ട്. ആ നോട്ടം വാപ്പ ഇങ്ങനെ ഉരുകി പോവുകയാണ്. അതല്ല അനുസരണയുള്ള. ഹദീസിൽ വളരെ വ്യക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനം ശ്രദ്ധേയമാണ് പ്രിയപ്പെട്ടവരെ. അനുസരണയുള്ള മകൻ സ്നേഹത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ആ നോട്ടത്തിന് പകരമായി സ്വീകരിക്കപ്പെട്ട ഒരു ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. പ്രിയപ്പെട്ടവരെ, മഹാനായ നമ്മളുടെ ഇമാം ഷാഫി റഹിമഹുല്ലാ എത്ര മഹാനാ! വലിയ പ്രഭാഷകനാണ്, പ്രാസംഗികനാണ്, മുജ്തഹിദായ ഇമാമാണ്, 10,000-കണക്കിന് ശിഷ്യഗണങ്ങളുടെ ഉസ്താദാണ്, ലോകപ്രസിദ്ധനാണ്. അദ്ദേഹം രാത്രിയിൽ തന്റെ തിരക്കുകളിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വന്നാൽ അദ്ദേഹം ചെയ്യാറുള്ള ഒരു പണിയുണ്ടായിരുന്നു. എന്താ പണിയെന്നറിയോ? നേരെ പോകും, തന്റെ ഉമ്മയുടെ കാൽ കീഴിൽ ചെന്നിരിക്കും. എന്നിട്ട് കാലിങ്ങനെ നന്നായി അമർത്തി ഉഴിഞ്ഞു കൊടുക്കും, തടകി കൊടുക്കും, മാലിഷ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല അവറുകൾ ഉമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ ശരീരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് അവസാനമായി ആ കാൽപാദങ്ങളിൽ തന്റെ മുഖം അമർത്തി ഒരു ചുംബനം കൊടുക്കും. ചുംബനം മാസലാമ. ഇന്നത്തെ രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞു അവർ പോയി കിടക്കും. ആരാ ഇത്? ഇമാം ഷാഫി. എന്തുകൊണ്ടാണ് അവർ ഇമാമായി മാറിയത്? അവർ മഹാനായി മാറിയത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ചില കാൽപാദങ്ങളെ ആദരവോടുകൂടി കണ്ടതുകൊണ്ടാണ്. ഇങ്ങനത്തെ ചില വ്യക്തികളെ നല്ല നിലയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ മഹാനായ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. എത്രത്തോളം വലിയ മുഹദ്ദിസ്! ഇമാം ബുഖാരി റഹിമഹുല്ലാ അവരുടെ ഉസ്താദിന്റെ ഉസ്താദാണ്. ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സുപരിചിതനാണല്ലോ, റഹിമഹുല്ലാ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അവരുടെ ഉസ്താദിന്റെ ഉസ്താദാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനെ കുറിച്ചും പറയപ്പെടാറുള്ളത് അദ്ദേഹം രാത്രിയിൽ വീട്ടിൽ വന്നാൽ തന്റെ മാതാവിന്റെ ഖിദ്മത്തിലായി സമയം കഴിച്ചു, ഉമ്മാന്റെ ഖിദ്മത്ത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ദീനീ പ്രവർത്തനം എന്താണ്? പുണ്യകർമ്മം എന്താണ്? നമ്മൾ നടത്തിയ പ്രഭാഷണങ്ങളാണോ? അല്ലെങ്കിൽ നമ്മൾ രചിച്ച ഗ്രന്ഥങ്ങളാണോ? അല്ലെങ്കിൽ നമ്മൾ നടത്തിയ റിലീഫ് പ്രവർത്തനമാണോ? നമ്മൾ നടത്തിയ പള്ളി പരിപാലനമാണോ? നമ്മൾ നടത്തിയ വേറെ ഏതെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളാണോ?
എന്ന് പരിശോധിക്കുമ്പോൾ അല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ വയറ്റിൽ 9-10 മാസം ചുമന്നു കൊണ്ട് നടന്നതിന് ശേഷം 1-2 കൊല്ലക്കാലം ഊണും ഉറക്കവും ഒന്നുമില്ലാതെ മടിയിലിരുത്തി അമ്മിഞ്ഞ തന്ന് അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ 45 വയസ്സായിട്ടും എന്റെ പൊന്നുമോൻ, എന്റെ കുഞ്ഞുമോൻ എന്ന് വിളിച്ചു കൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രിയങ്കരായ ഉമ്മമാര്, ആ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും സേവനമാണ്, ഖിദ്മത്താണ്. അവരുടെ കാൽപാദങ്ങളെ പൊരുത്തത്തോടുകൂടി ഒന്ന് ചുംബിക്കാനെങ്കിലും കഴിയലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് മിൻ ഖൈരിൻ, നിങ്ങൾ എന്ത് നന്മ ചെയ്താലും എന്ത് ചെലവഴിച്ചാലും അത് ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്തുള്ളവർക്ക് കൊടുക്കണം കേട്ടോ. ഫലിൽ വാലിദൈൻ വൽ അഖ്റബീൻ, തൊട്ടടുത്തുള്ളവർക്ക് കൊടുക്കും. തൊട്ടടുത്തുള്ളവരെ നിങ്ങൾ അറിയാതെ പോകരുത്, കാണാതെ പോകരുത്, പരിഗണിക്കാതെ പോകരുത്. നിങ്ങൾക്ക് അരികിലുള്ളവരെ ഒക്കെ നിങ്ങൾ കാണണം. ഉപ്പാനെ കാണണം, ഉമ്മാനെ കാണണം, ഉപ്പാന്റെ സഹോദരങ്ങളെ കാണണം, ഉമ്മാന്റെ സഹോദരങ്ങളെ കാണണം, അല്ലേ? ഉപ്പാനെയും ഉമ്മാനെയും ഉമ്മാന്റെ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെ നമ്മൾ ആ ആദരവോടുകൂടി തന്നെ കാണണം. നമ്മുടെ സഹോദരന്മാരെ നമ്മൾ കാണണം, നമ്മുടെ സഹോദരിമാരെ നമ്മൾ കാണണം. അവർക്കൊക്കെ ആവശ്യമായത് സാധിക്കുന്നിടത്തോളം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. നമ്മൾ ഈ പരിശുദ്ധ റമദാനിൽ സ്വീകരിക്കേണ്ട, ശീലിക്കേണ്ട ഒരു സിഫത്താണ്, ഒരു വിശേഷണമാണ്. ഈ നിലയിൽ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതം മുഴുവൻ അതിനനുസൃതമായ നിലയിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിനനുസരിച്ചിട്ട് മാറ്റിപ്പണിയാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ സുന്നത്തിന്റെ അടിപ്പടയിൽ വാർത്തെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ മുഴുവൻ കറകളെയും അഴുക്കുകളെയും ദുഷിപ്പുകളെയും അള്ളാഹു കഴുകി വൃത്തിയാക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല നമുക്ക് ആവശ്യമായ എല്ലാ സൽഗുണങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് മുത്തഖീങ്ങളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം സാധുക്കളായ നമ്മളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا من الدين والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا. അർഹമുർ-റഹീമായ അല്ലാഹുവേ, കരുണയുള്ളവനായ പടച്ചവനെ, ഞങ്ങൾ പാവങ്ങളാണ് അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ പാപകർമ്മങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിനനുസരിച്ച് ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. നിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്തും ഇത്തിബാഉം ഞങ്ങളിൽ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. സുന്നത്തായ നടപടിക്രമങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം മുഴുവനും നിനക്ക് ഇഷ്ടപ്പെട്ട നിലയിലാക്കി തീർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ ഈമാൻ തരണേ അല്ലാഹ്, ഈമാൻ തരണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകളൊക്കെ നീ സാലിഹായ അമലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകളൊക്കെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ അല്ലാഹ്. അർഹമുർ-റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മവാപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മവാപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മവാപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ ഉമ്മവാപ്പമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആയുസ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഉമ്മവാപ്പമാരുടെ പൊരുത്തവും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അനുസരണയുള്ള മക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചോനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം തരണേ പടച്ചോനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങളും ജീവിതങ്ങളും നന്നാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവെ, വളർന്നു വരുന്ന പുതിയ തലമുറയെ ദീനിയായ നിലയിൽ വളർത്തിത്തരണേ അല്ലാഹ്. ദീനിയായ നിലയിൽ വളർത്തിത്തരണേ അല്ലാഹ്. ദീനിന് വിരുദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഒരു വൃത്തികേടുകളിലും പെട്ടുപോകാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ തരണേ അല്ലാഹ്. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെയും ശിഫാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല നിലയിലും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് പടച്ചവനെ. ഞങ്ങളുടെ പല സഹോദരന്മാരും വലിയ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഷ്ടപ്പെടുകയാണ് അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ ശിഫാക്കി തരണേ അല്ലാഹ്. രോഗം കൊണ്ട് വലയുന്നവർക്കൊക്കെ നീ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളൊക്കെ തീർത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ തീർത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാതെ വലയുന്നവർക്ക് നീ വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് നല്ല ബന്ധങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ വ്യസനിക്കുന്നവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലുകളിൽ ബർക്കത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ റിസ്ഖിനെ നീ വിശാലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ റിസ്ഖിനെ നീ ഹലാലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദാരിദ്ര്യത്തെ നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദാരിദ്ര്യത്തെ നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവിധ ഖൈറുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനോടുകൂടി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അവസാനം ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പ് ഞങ്ങൾക്ക് ഖബൂലാക്കി താ അല്ലാഹ്. റമദാൻ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കി താ അല്ലാഹ്. റമദാൻ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കി തരണേ അല്ലാഹ്. ഇനിയും റമദാനിൽ ജീവിച്ചിരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നിന്റെ അമലുകളിലായി ഞങ്ങളുടെ ജീവിതത്തെ നീ കഴിച്ചുകൂട്ടി തരണേ അല്ലാഹ്. അല്ലാഹുവേ, സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ നീ ഖബൂലാക്കി തരണേ അല്ലാഹ്. അവസാനം ഞങ്ങളെല്ലാവരെയും അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി ചോദിച്ച എല്ലാ ഖൈറുകളും നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാവൽ തേടി എല്ലാ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ പടച്ചോനെ. എല്ലാ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നിന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് ഞങ്ങളുടെ ഈ ദുആക്കളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وعلى آله وصحبه على المرسلين والحمد لله رب